ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. നമ്മൾ ദൈവരാജ്യത്തെപ്പറ്റി, ഹൗ ഇമ്പോർട്ടൻറ്റ്, ഹൗ പ്രഷ്യസ്, ഹൗ പ്രൈസ്ലെസ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ്, അതിൻ്റെ പ്രാധാന്യതയാണ് നമ്മൾ പഠിക്കുന്നത്. യേശു അത് ഉപമകളിൽ കൂടി മനുഷ്യരെ മനസ്സിലാക്കിയാണ്, നമ്മളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. സോ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. ഇനി ഒരു ഉപമ പറയുകയാണ് യേശു ക്രിസ്തു. അതായത് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. Again, the kingdom of heaven is like treasure hidden in a field, which a man found and hid it. And for joy over it, he goes and sells all that he has and buys that field. നമുക്ക് എന്തുണ്ടെങ്കിലും അല്ലേ, സ്വർഗരാജ്യത്തെക്കാൾ മേന്മയായതൊന്നുമില്ല. നമ്മൾ സ്വർഗരാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യും. അതാണ് ഇതിൻ്റെ അർത്ഥം. സ്വർഗത്തിൽ നമ്മൾ പോകണം, സ്വർഗരാജ്യത്തിന് നമ്മൾ പങ്കാളികളാകണം. അപ്പം ദൈവം പറയുന്നുണ്ട് ദാറ്റ് വി ആർ ഓൾസോ എ ട്രഷർ. ജീസസ് ഈസ് ആ ട്രഷർ ആൻഡ് വി ആർ ട്രഷർ. ട്രഷറാണ് നിധി അല്ലേ. ഡ്യൂട്രോണമി ചാപ്റ്റർ 14:2, ആവർത്തന പുസ്തകം 14 അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യു ആർ എ ഹോളി പീപ്പിൾ ടു ദ ലോർഡ് യുവർ ഗോഡ്, ആൻഡ് ദ ലോർഡ് ഹാസ് ചോസൺ യു ആൻഡ് ടു ബി എ പീപ്പിൾ ഫോർ ഹിംസെൽഫ്, എ സ്പെഷ്യൽ ട്രഷർ എബവ് ഓൾ ദ പീപ്പിൾസ് ഹു ആർ ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത്. എ സ്പെഷ്യൽ ട്രഷർ. എല്ലാവരും പറഞ്ഞു ഞാനൊരു നിധിയാണ്, കർത്താവിൻ്റെ നിധിയാണ്. നിധി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് വിട്ടുകൊടുക്കരുത്, നമ്മൾ ഒളിച്ചത് സൂക്ഷിച്ചു വയ്ക്കും. ആ നിധി കിട്ടാൻ വേണ്ടി നമ്മൾ എന്തും നമ്മൾ വിറ്റിട്ട് ആ നിധി മേടിക്കും. പക്ഷേ യേശുവിനെ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഈ ലോകത്തിലുള്ള സാത്താൻ്റെ സാത്താനോടും എല്ലാ പാപത്തോടും നോ പറയും. എനിക്കത് വേണ്ട എന്ന് പറയും. നമ്മൾ നിധിയാണ്, നമ്മൾ സ്പെഷ്യൽ പീപ്പിളാണ്. വി ആർ ന്യൂ ക്രിയേഷൻ. കർത്താവിൻ്റെ പ്രൈസ്ലെസ് ഗിഫ്റ്റാണ്. ഹാവ് യു ഹേർഡ് ഓഫ് ട്രഷർ ഹണ്ട്? ഒരു നിധി ട്രഷർ ഹണ്ട് എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? ഞാൻ സ്കൂളിൽ അത് കളിക്കുമായിരുന്നു. അത് എന്തെങ്കിലും ഒരു ഒളിച്ചു വയ്ക്കും അവർ, എന്നിട്ട് നമ്മളത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് കഴിഞ്ഞ് അത് കുറേ ദൂരം എവിടെയാണെന്നറിയില്ല, ഇങ്ങനെ ഓടി നടന്ന് അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ എടുക്കും അത് കണ്ടുപിടിക്കാൻ. എന്നിട്ട് ആദ്യം കണ്ടുപിടിക്കുന്ന ആൾക്ക് പ്രൈസ് കിട്ടും. അന്നേരം എന്ത് ജോയാണ് അല്ലേ. ഒരു സമ്മാനം കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ആ സാധനം കിട്ടും, പിന്നെ വേറെ പ്രൈസും കിട്ടും. അപ്പം ജീസസ് ക്രൈസ്റ്റ് അങ്ങനെയാണ്. യേശുവിനെ കണ്ടവർ ഒരു നിധിയാണ് കാണുന്നത്. അപ്പോൾ യേശു നമ്മളിൽ വരുമ്പോൾ നമ്മളെ ഒരു നിധിയാക്കുവാണ് കർത്താവ്. യു ആർ മൈ പ്രൈസ്ലെസ് ഗിഫ്റ്റ്, യു ആർ മൈ ട്രഷർ, ഗ്രേറ്റസ്റ്റ് ട്രഷർ എന്ന് പറയും.